ഹായ് ഓൾ, മൈസെൽഫ് സി എ അസ്ലം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലെ CMA ഇന്ററിലെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന പേപ്പർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. നമുക്ക് കുറച്ച് പേർക്കൊക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ലൈക്ക് എന്താണ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്നായിരിക്കും മിക്കവർക്കുള്ള ഐഡിയ അല്ലേ? ഓക്കെ, സംഭവം ശരി തന്നെയാണ്. ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തെ തന്നെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാ. ഫൈനാൻസ് പറഞ്ഞാൽ എന്താ? നത്തിങ് ബട്ട് മണി, ക്യാഷ്. നമുക്ക് നമ്മൾ ഒരു സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വെച്ച് നോക്കുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ്സിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതിനൊക്കെ ഉള്ള പൈസ നമ്മുടെ കയ്യിൽ ആദ്യമേ ഉണ്ടാവുക? ഇല്ല. ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരു ബിസിനസ്സുകാരനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമ്മള് ഭയങ്കര പൈസ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളൊരു പേപ്പറിന്റെ ആവശ്യം ഉണ്ടാവണില്ല. കാരണം അയാൾക്ക് പ്രത്യേകിച്ച് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല ഫൈനാൻസിനെ കുറിച്ച്. അല്ലെങ്കിൽ ലൈക്ക് അയാൾക്ക് എന്താണ് കയ്യിൽ തന്നെ ഒരുപാട് പൈസ ഉണ്ടാവും. നമുക്ക് നമ്മുടെ കയ്യില് നമ്മളെ ആവശ്യത്തിന് വേണ്ട പൈസ ഇല്ലാതെ ആവുമ്പോഴല്ലേ നമ്മൾ പുറത്തുനിന്ന് വന്ന് എടുക്കാനൊക്കെ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ കടം മേടിക്കാനൊക്കെ ആലോചിക്കുള്ളൂ. അപ്പൊ നമ്മൾ കടം മേടിക്കുമ്പോ നമ്മൾ വില ഇൻട്രസ്റ്റ് കൂടുതലുള്ളതാണോ മേടിക്കാൻ നോക്കുക, ഇൻട്രസ്റ്റ് കുറവുള്ളതാണോ മേടിക്കാൻ നോക്കുക? ഇപ്പൊ ഒരാള് ഒരു ലോണ് തരാ പറയാണ്. എത്ര 10,000 രൂപക്ക്. അയാള് 6 മാസം 6 മാസത്തിന് തിരിച്ചടക്കണം എന്ന് പറയുന്നുണ്ട്. 10% ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞ ഒരാള്. എന്നാ വൈ എന്ന് പറഞ്ഞ ഒരാള് 10,000 രൂപ ലോണ് തരാ പറയുന്നുണ്ട്. പക്ഷെ അയാള് 1 ഇയറിന് കഴിയുമ്പോ തിരിച്ചടക്കണം എന്നാണ് പറയണത്. ഇൻട്രസ്റ്റ് ആണെങ്കിലോ ഒരു ഒരു 20% ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് ഇതാണ് നല്ലത് അല്ലെങ്കിൽ ഇതാണ് നല്ലതെന്ന് ആദ്യമേ അബ്സല്യൂട്ട് ടേമിൽ കൊണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ 6 മാസം നമുക്ക് സമയം തരുന്നുണ്ട്. അല്ല, 6 മാസം സമയമുള്ളൂ തിരിച്ചടക്കാൻ. എന്ന് ഇവിടെ ആണെങ്കിൽ 1 വർഷം തിരിച്ചടക്കാൻ സമയമുണ്ട്. എന്നാൽ ഇവിടെ 10% ഇൻട്രസ്റ്റ് ഉള്ളൂ. സമയം കുറവായതുകൊണ്ട് 10% ഇൻട്രസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യണല്ലോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ എക്സ് എന്ന് പറഞ്ഞ ലെൻഡർക്ക്, അല്ലെങ്കിൽ ലെൻഡർക്ക്. പക്ഷെ ഇവിടെ വൈ എന്ന് പറഞ്ഞ ലെൻഡർ നമുക്ക് 1 മാസം സമയം തരുന്നതുകൊണ്ട് നമ്മൾ 20% ഇൻട്രസ്റ്റ് കൊടുക്കണം. ഒരാളും നമ്മളെ വെറുതെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണില്ലല്ലോ. എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്. ഒരു അച്ഛനും മോനും അല്ലെങ്കിൽ പാരന്റ്സും മക്കളും ആയാലും പോലും അവിടെയും ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടാണ് മക്കള് പാരന്റ്സിനെ നോക്കണത്, അല്ലെങ്കിൽ അച്ഛനും മക്കളെ നോക്കണതായാലും. ലൈക്ക് അതൊരു നോൺ ഫൈനാൻഷ്യൽ കൺസിഡറേഷൻ ആണ്. എന്നാ ഇവിടെ ഫൈനാൻഷ്യൽ കൺസിഡറേഷൻ ആണ്. ഇപ്പോ പാരന്റ്സിന് മനസ്സിലാവുകയാണ് ഈ മകനെ ഞാൻ വളർത്തി വലുതാക്കിയാൽ ഞങ്ങൾ തിരിച്ച് സ്നേഹിക്കില്ല തോന്നണെങ്കിൽ പാരന്റ്സ് ഈ മകനെ നല്ലപോലെ നോക്കുക ഇല്ല. ലൈക്ക് അപ്പൊ അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്, പക്ഷെ നോൺ ഫിനാൻഷ്യൽ കൺസിഡറേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ കൺസിഡറേഷൻ ആണ്. ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും വെറുതെ സഹായിക്കത്തില്ല. എന്തെങ്കിലും ഒരു ഉദ്ദേശം അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റോ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാളെ സഹായിക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ 10,000 രൂപ നമ്മൾ കടം മേടിക്കുമ്പോൾ 6 മാസത്തിന് 10% ആണോ നല്ലത്? അല്ലെങ്കിൽ ഈ സെയിം 10,000 തന്നെ ഒരു വർഷത്തിന് 20% ആണോ നല്ലത്? ഇങ്ങനെ പല ഫൈനാൻസ് റിലേറ്റഡ് ഇപ്പൊ ഈ 10,000 രൂപ എനിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത്യമായിട്ടൊരു ഫൈനാൻസ് ആണ്. ഇവിടെ ഫൈനാൻസ് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സംഭവത്തിന് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മള് ഒരു എമൗണ്ട് ഒപ്പിക്കുക, എവിടുന്നെങ്കിലും കടം എടുക്കുക. അതാണ് ഫൈനാൻസ്. ഉം. അപ്പൊ അങ്ങനെ ഫൈനാൻസിനെ മാനേജ് ചെയ്യണ ഒരു പേപ്പറാണ്, അല്ലെങ്കിൽ ഫൈനാൻസ് എങ്ങനെ പ്രോപ്പർലി മാനേജ് ചെയ്യാം. ഇപ്പൊ നമുക്ക് 10,000 രൂപ ഒരാൾ ലോൺ തരാൻ പറഞ്ഞു, 6 മാസത്തിന് 5%. 10,000 രൂപ ഒരാൾ വേറെ ആൾ ലോൺ തരാൻ പറഞ്ഞു, 6 മാസത്തിന് 2%. ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് എടുക്കേണ്ടത് എന്നുള്ളത്. ബട്ട് ഇവിടെ പല പല കണ്ടീഷൻസ് വരുമ്പോ ഇപ്പൊ 10,000 രൂപ 6 മാസം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഏഹ് 10,000ത്തിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും. എന്നാ 10,000 ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ 10,000 രൂപയുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണോ 10,000 രൂപയുടെ വാല്യൂ കൂടുതൽ ഉണ്ടാവുക? 6 മാസം കഴിഞ്ഞിട്ടാണോ 10,000 രൂപയുടെ വാല്യൂ കൂടുതൽ ഉണ്ടാവുക? ഒബ്വിയസ്ലി 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കടാ. പണ്ട് 10 രൂപയുടെ വിലയാണോ ഇന്ന് 10 രൂപക്കുള്ളത്? പണ്ട് 10 രൂപക്കുള്ള വിലനേക്കാളും കുറവാണ് ഇന്ന് 10 രൂപക്കുള്ളത്. ഇപ്പൊ നോക്ക്, പണ്ട് എന്റെ ഒരു ഓർമ്മയില് ഞാന് എന്റെ ഉമ്മ എനിക്ക് 10 രൂപ തരുമായിരുന്നു. എന്ത് ദർസിന് പോകുമ്പോഴോ മദ്രസ പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ. അപ്പൊ 10 രൂപക്ക് ഞാൻ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പപ്സ് മേടിക്കും. ഒരു എഗ് പപ്സ് മേടിക്കും ഞാന്. ബാക്കി 4 രൂപക്ക് 4 സിപ്പപ്പും മേടിക്കും. അപ്പൊ 10 രൂപയാവും. അപ്പൊ ഈ 4 സിപ്പപ്പ് എന്റെ വീട്ടിൽ 5 ആൾക്കാരാണുള്ളത്. അപ്പൊ 4 സിപ്പപ്പ് ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കും. എന്നിട്ട് എഗ് പപ്സും ഞാൻ എടുക്കും. അപ്പൊ അന്ന് എഗ് പപ്സിന് 6 രൂപയുള്ളൂ. ഇന്ന് എഗ് പപ്സിന് എത്രയാണ്? ഏഹ്
10 ഇന്ന് എക്ടോപ്സിന് എത്ര 20 ഉണ്ട് എക്ടോപ്സിന് ഇല്ലേ? അപ്പൊ പണ്ട് 10 രൂപക്ക് ഒരു എക്ടോപ്സ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 10 രൂപക്ക് ഒരു എക്ടോപ്സ് കിട്ടുന്നില്ല. കാരണം ഇന്ന് 20 രൂപയാണ്. അപ്പൊ നത്തിങ് ബട്ട് ഈ 10 രൂപയുടെ വാല്യൂ കുറഞ്ഞു. എന്ത് അന്നത്തെ വെച്ച് നോക്കുമ്പോ ഇന്ന് പറഞ്ഞു. ഇനിയും ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ 10 രൂപയുടെ വാല്യൂ വീണ്ടും കുറയും. വാല്യൂ വീണ്ടും കുറയും എന്ന് ഉദ്ദേശിക്കുന്നത് 10 രൂപക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയിരുന്നോ അതിനി കിട്ടാതെ ആവും. നമ്മൾ കൊല്ലങ്ങൾ ഇങ്ങനെ കഴിയും തോറും. അതിനെ ഇൻഫ്ലേഷന്റെ എഫക്റ്റ് ആണെന്നാ പറയാ. അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി. നമ്മുടെ നോർമൽ എക്കോണമിക് എൻവയറമെന്റിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കൂടുന്തോറും അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ പല ആസ്പെക്റ്റിലും ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രോപ്പർലി മാനേജ്മെന്റ് ഫൈനാൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അതാണ് ഈ ചാപ്റ്ററിൽ മൊത്തം പല പല മെത്തേഡിലും പല പല ടെക്നിക്കിലും നമ്മൾ കവർ ചെയ്യാൻ പോണത്. ഓക്കെ, ഒരു ബിസിനസ്സിന് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇപ്പൊ നമ്മള് ഇന്ന് എന്റെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു ഓഫീസ് തുടങ്ങി. 10,000 രൂപയ്ക്ക് ഞാൻ എന്താണ് റെന്റിന് എടുത്തു, വാടകയ്ക്ക് എടുത്തു. ഇനി ആ ഓഫീസിൽ എനിക്ക് റോ മെറ്റീരിയൽസ് മേടിക്കേണ്ടി വരും, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിന് നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും. ആ മിക്ക ആൾക്കാരും ബിസിനസ് തുടങ്ങുന്നത് അങ്ങനെയാണ്. കാരണം നമ്മുടെ കയ്യിലൊന്നും അധികം പൈസ ഉണ്ടാവില്ലല്ലോ, നോർമൽ മിഡിൽ ക്ലാസിന്റെ കയ്യിലൊന്നും. അപ്പോ ലൈക്ക് ഇപ്പൊ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും വലിയ വലിയ പ്രൊജക്ടുകളാണ് എടുക്കുന്നുണ്ടെങ്കിൽ അവരും ലോൺ എടുക്കേണ്ടി വരും. അപ്പൊ അത്തരം ലോണുകളൊക്കെ എന്താണ് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട്, ലോണിന്റെ കോസ്റ്റ് പറഞ്ഞാൽ എന്താ നത്തിങ് ബട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണ എമൗണ്ട് അല്ലെ, അത് ഏറ്റവും കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ലോൺ 10 ലക്ഷം എടുത്തുന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിലേക്കാണ് എന്ന് ലൈക്ക് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മള് 10 ലക്ഷം യൂസ് ചെയ്തിട്ട് ഒരു മെഷീനറി മേടിക്കാണ്. അപ്പൊ മെഷീനറി മേടിക്കാൻ വേണ്ടി ആ കടയിൽ ചെന്നപ്പോ ഉണ്ട് അവിടെ 2 മെഷീനറി ഉണ്ട്, മെഷീനറി 1ഉം മെഷീനറി 2ഉം. അപ്പൊ ഈ മെഷീനറി 1ല് ഒരു മണിക്കൂറിൽ 16 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ മെഷീനറി 2ൽ ഒരു മണിക്കൂറിൽ 9,000 യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അപ്രോപ്രിയേറ്റ് മെഷീനറി ഏതാണ് ഞാൻ മേടിക്കുക? സെയിം പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് മേടിക്കുക. ഇനി ഇത് സെയിം പ്രൈസ് അല്ലെങ്കിലോ? അപ്പൊ ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. ഓരോ ലൈക്ക് ഓരോ മെത്തേഡുകളൊക്കെ ഉണ്ട്, നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ആദ്യം എന്താണ് ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ ഫൈനാൻസ് ഒപ്പിക്കുന്നതിന് ലൈക്ക് ഏറ്റവും കുറവ് കോസ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാന്ന് പഠിക്കും. എന്നിട്ട് ആ എടുത്ത ഫൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്യും. വർക്ക് അത് റോ മെറ്റീരിയൽസിലാവാം, ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് മെഷീനറി മേടിക്കാന്ന് പറഞ്ഞത്, കാരണം ബാലൻസ് ഷീറ്റിലല്ലേ വരിക. ഇനിയിപ്പോ റോ മെറ്റീരിയൽ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നൊക്കെ പറയും, അത് നമ്മൾ പഠിക്കും ഇനി ക്ലാസ് പോകുന്തോറും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന എന്തിനാ, മെഷീനറി ഒക്കെ മേടിക്കുന്നത് എന്തിനാ? ലാഭം ഉണ്ടാക്കാനല്ലേ? അല്ലെ, ലാഭം ഉണ്ടാക്കാനല്ലേ നമ്മൾ മെഷീനറി മേടിക്കണേ? ഇപ്പൊ ഈ മെഷീനറി മേടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലാഭം, പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമ്മൾ ഇത് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പൊ ഒരു 6 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 6 ലക്ഷം ഫുള്ളും ഡിവിഡൻഡ് ആയി കൊടുക്കണോ, അതോ 4 ലക്ഷം ഡിവിഡൻഡ് ആക്കി കൊടുത്താൽ മതിയോ, അതോ ഇനി 5 ലക്ഷം ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണോ, 1 ലക്ഷം ഭാവി റീറ്റെയിൻ ചെയ്താൽ മതിയോ ഭാവി ആവശ്യത്തിന് വേണ്ടിയിട്ട്? അങ്ങനെ ഈ 3 ആസ്പെക്ടുകളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള പേപ്പറിൽ നമ്മൾ കവർ ചെയ്യണത്. അതിനെ നമ്മളിപ്പോ ഇങ്ങനെ ഞാൻ ഇപ്പൊ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ആ ലോണിന്റെ കോസ്റ്റ് കുറക്കണം. അപ്പൊ അതിനെ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയും. ഏത് ഫൈനാൻസ് എടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയാ. ആ ഫൈനാൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് മെഷീനറി ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനിക്കുക. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടിയിൽ പഠിക്കൂടെ, ഞാൻ ജസ്റ്റ് ഒരു റഫ് ആയിട്ട് എഴുതുന്നുള്ള. പിന്നെ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ലൈക്ക് എത്ര റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിവിഡൻഡ് ആയി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനെയാണ് എന്ത് പറയണത്, ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, അപ്പൊ ഒരു ഓവർവ്യൂ മാത്രമാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ടെക്സ്റ്റിലോട്ട് പോകാൻ പോവുകയാണ്. ടെക്സ്റ്റിലോട്ട് പോകേണ്ട മുന്നേ ഒരു കാര്യം പറയാം. ഇത് എക്സാക്ട് ലൈക്ക് സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ പോലും 90% സിമിലർ ടു സ്റ്റഡി മെറ്റീരിയൽ ആണ്. സ്റ്റഡി മെറ്റീരിയൽ കുറെ ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽ കുറെ വാരി വലിച്ച് കുറെ എക്സാമ്പിളും കേസ് സ്റ്റഡിയും നമുക്ക് എക്സാം പർപ്പസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ഏറ്റവും കൺസൈസ് എത്രത്തോളം ആക്കാൻ പറ്റും എത്രത്തോളം ആക്കിയിട്ടുള്ള നോട്ടാണിത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ബുക്സിൽ മാർക്ക് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഒരു വേർഡ് ടെക്സ്റ്റിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്ര വേർഡ് അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിനായിട്ട് ഒരു കണക്ഷൻ ഫീൽ വരും. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നേരെ ലൈക്ക് ക്ലാസ്സിലോട്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണോ ടെക്സ്റ്റ് ബുക്കിൽ പറയണത്, അതോ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ,
എന്താണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പറയണത്? ഫൈനാൻസ് ഈസ് കോൾഡ് ദ സയൻസ് ഓഫ് മണി. നമ്മൾ സംഗീതമാണ് എന്റെ രക്തം എന്ന് പറയണ പോലെ മണിയുടെ സയൻസ് അല്ലെങ്കിൽ മണിയുടെ ശാസ്ത്രം എന്ന് പറയണ തന്നെ ഫൈനാൻസ് ആണ് എന്നാണ് പറയണത്. ഇതൊന്നും വലിയ കാര്യമില്ല കേട്ടാ. ജസ്റ്റ് MCQ ഒന്നും തരത്തില്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ലൈക്ക് അത് മാനേജ് ചെയ്യുന്ന ഒരു ലൈക്ക് അല്ലെങ്കിൽ മണിയുടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ലൈക്ക് അത് ഒപ്റ്റെയിൻ ചെയ്യലാന്നുള്ള രീതിയിൽ. ആ ഓക്കെ. ടു ആസ്പെക്ട്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആർ ലൈക്ക് രണ്ട് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ രണ്ട് പെർസ്പെക്റ്റീവ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാല് റിക്വയർമെന്റ് ഓഫ് ഫണ്ട്, അതുപോലെ തന്നെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഫൈനാൻസിങ് ഡിസിഷൻ റിലേറ്റഡ് ആയിട്ടൊന്നും പറയാം, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആയിട്ടും പറയാം. ലൈക്ക് ഡിവിഡൻഡ് ഡിസിഷന്റെ ഇതിൽ പറയണില്ല, അത് നമ്മൾ അടിയിലാണ് വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ലൈക്ക് ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഇതൊന്നും എന്തായാലും എക്സാം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, ബട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനിങ് ദ സോഴ്സസ് ഓഫ് ഫണ്ട്സ്, ഡിസൈഡിങ് ഓൺ മെത്തേഡ്സ് ഓഫ് റേസിംഗ് ഫണ്ട്. ഡിബഞ്ചർ യൂസ് ചെയ്യണോ, ലോൺ യൂസ് ചെയ്യണോ, ബാങ്ക് ലോൺ, അതോ വല്ല ബോണ്ട് യൂസ് ചെയ്യണോ? ഇതൊക്കെ നമ്മൾ എന്തിനു വെച്ചാൽ ഡിസൈഡ് ചെയ്യുക അതിന്റെ പീരീഡും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ അനുസരിച്ചിട്ട് ആരാണ് തരുന്നത്, നമുക്ക് വിശ്വാസമുള്ള ആളാണോ, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്താൽ ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കണ ലെൻഡർ ആണോ, അതിന്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക അല്ലേ. ഇപ്പൊ ഏത് സോഴ്സ് ഓഫ് ഫണ്ട് വേണം നമ്മൾ അത് ആദ്യം തീരുമാനിക്കണം. അതാണ് ഫസ്റ്റത്തെ ആസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. രണ്ടാമത്തെ എന്താ? ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഞാൻ ഒപ്റ്റെയിൻ ചെയ്ത ഫണ്ട് ഇതാണ് ഇറ്റ് ഇംപ്ലൈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉദ്ദേശിക്കുന്നത് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിനും വർക്കിംഗ് ക്യാപിറ്റലിനും ഓവറോൾ ആയിട്ട് പറഞ്ഞതാണ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് രണ്ടിൽ ഡിവൈഡ് ചെയ്യാം, ഒന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗും ഒന്ന് വർക്കിംഗ് ക്യാപിറ്റലും. അപ്പൊ ഞാൻ മെഷീനറി അതുപോലെ ലോങ് ടൈം അസറ്റ് ഒക്കെ മേടിക്കുന്നതിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന എമൗണ്ടിലേക്ക് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റിന്റെ വരുന്ന ഐറ്റത്തിന് വേണ്ടിയുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറയും. ഇപ്പൊ ഡെയിലി റോ മെറ്റീരിയൽസ് സംഭവങ്ങളൊക്കെ ലൈക്ക് സെയിൽസ്, ഡെറ്റേഴ്സ്, അതൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡിസിഷൻ എന്ന് പറയും. ഓക്കെ. ലൈക്ക് കറണ്ട് അസറ്റിന് ഇൻവെസ്റ്റ് ചെയ്യണ കോൺസെപ്റ്റിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ പറയാ. നോൺ കറണ്ട് അസറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് എന്ത് പറയാ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയാം. പിന്നെ കുറെ ഓതറിന്റെ ഡെഫിനേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക, മനസ്സിലാക്കാം, കാണാതെ പഠിക്കൊന്നും വേണ്ട. ഈ ഒരു സംഭവം എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഓക്കെ. അവിടെ ഞാനിവിടെ ഫൈനാൻസിന്റെ ഡെഫിനിഷൻ പറഞ്ഞതില് ലൈക്ക് ഒരു ചെറിയൊരു റെക്ടിഫിക്കേഷൻ ഞാൻ പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഫൈനാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒപ്റ്റെയിനിങ് ഫണ്ട് എന്ന്. ഒബ്വിയസ്ലി അതുണ്ട്. ഫൈനാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് പറയുന്നത്. എന്തൊക്കെ മാനേജിങ്? ലൈക്ക് ഫൈനാൻസ് ഈസ് കോൾഡ് ദ സയൻസ് ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം വേർ ദ മണി കംസ്, വേർ ദ മണി ഈസ് യൂട്ടിലൈസ്ഡ് ആൻഡ് വേർ ദ മണി ഗോസ് ഔട്ട്. നത്തിങ് ബട്ട് ഫൈനാൻസിങ് ഡിസിഷനും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും പ്രോപ്പർ ആയിട്ട് എൻഷുർ അല്ലേ നടത്തുന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെ പറയണതാണ് എന്ത് പറഞ്ഞാല് ഫൈനാൻസ് എന്ന് കേട്ടോ. അപ്പൊ ഇത് മൊത്തത്തിലാണ് ഫൈനാൻസ് ഉള്ള മീനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ജസ്റ്റ് റെക്ടിഫിക്കേഷൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഫൈനാൻസ് പറഞ്ഞാലും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ. ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്തൊക്കെയാണ്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് എ മാനേജ്മെന്റ് ഓഫ് ഫൈനാൻസ്. ഫൈനാൻസ് പറഞ്ഞല്ലോ നമ്മൾ മൂന്ന് ടൈപ്പ് ഡിസിഷൻ തന്നെ. ലൈക്ക് വേർ ദ മണി കം ഫ്രം, വേർ ദ മണി ഈസ് യൂട്ടിലൈസ്ഡ്, വേർ ദ മണി ഗോസ് ഔട്ട്. നത്തിങ് ബട്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. There is only one thing which matters for everyone and that is money. Obviously, മണി നമ്മൾ ജീവിക്കണം എന്തിനാ? എല്ലാരും പറയും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ബട്ട് ഹാപ്പിനെസ് നമുക്ക് എവിടുന്ന് കിട്ടും? പൈസ നിന്ന് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോ CA പഠിക്കുന്ന CMA പഠിക്കുന്നത് എന്തിനാ? ഒബ്വിയസ്ലി 90% ആൾക്കാരും ഇതിന്റെ മണി ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും മണി തന്നെയാണ് ആവശ്യം. അപ്പൊ എല്ലാവർക്കും മണി ആവശ്യമായത് കൊണ്ട് നമുക്കിത് വഴി പോണ സ്ഥലത്തൊന്നും കിട്ടത്തില്ല. ആർക്കും ആവശ്യമില്ലാത്ത സാധനമല്ലേ നമുക്ക് വഴി പോണ സ്ഥലത്ത് കിട്ടും. ഇപ്പൊ റോട്ടിൽ കല്ലും മുള്ളും കിടക്കുന്നത് ആർക്കും ആവശ്യമില്ലാതെ അതുകൊണ്ട് അവിടെ എടുക്കുന്നു. റോട്ടിൽ എവിടെയെങ്കിലും ഒരു 100 രൂപ, 200 രൂപ, 500 രൂപ ഇങ്ങനെ വെറുതെ ചവറ് പോലെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അറിയാതെ വിട്ടുപോയി എന്നല്ലാതെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മണിയാണ് എല്ലാവർക്കും ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്കെയർ ആയിരിക്കും, സ്കാർസ് ആയിരിക്കും. ലൈക്ക് സ്കാർസ് എന്നല്ലേ പറയാ, റയർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മള് സിനിമയിൽ പറയില്ലേ, എന്താണ്, കലിയ കലിപ്പിയ കലി
പൈസ ഉണ്ടാക്കുന്ന ഒരു കലയല്ലേടാ. ഏഹ് അപ്പുറത്തിരിക്കുന്നവന്റെ കയ്യിലുള്ള പൈസ നമ്മുടെ എത്തിക്കണതല്ലടാ കച്ചവടം എന്ന് പറഞ്ഞാൽ. അതൊരു കലയല്ലേടാ. അപ്പൊ നത്തിങ് ബട്ട് മണി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താലാണ് നമ്മുടെ കയ്യിൽ മണി ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ മാനേജിങ് ഓഫ് ഫൈനാൻസ് ഈസ് നത്തിങ് ബട്ട് മാനേജിങ് ഓഫ് മണി. ഇപ്പൊ ഈ വേർ ദ മണി കംസ് ഇൻ, വേർ ദ മണി ഈസ് യൂട്ടിലൈസ്, വേർ ദ മണി ഗോസ് ഔട്ട്, അതല്ലേ മാനേജിങ് ഓഫ് മണി എന്ന് പറയുന്നത്. മാനേജിങ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് മാനേജിങ് ഓഫ് ഫൈനാൻസ് അല്ലേ. ഫൈനാൻസ് പറഞ്ഞാൽ എന്താ, മേലെ പറഞ്ഞ 3 ഡിസിഷൻ, ആ 3 ഡിസിഷൻ എന്ത് റിലേറ്റഡ് ആണ്? നത്തിങ് ബട്ട് മണി റിലേറ്റഡ് അല്ലേ. The main objectives of financial management are profit maximization, value or wealth maximization. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വെൽത്ത് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, റേറ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, വാട്ട് ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ, റേറ്റ് ഇറ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇഷ്ടംമാതിരി എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടാ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് കേട്ടാ. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറഞ്ഞാൽ എന്താ. ഒരു ജസ്റ്റ് പ്ലസ് 2 ഇംഗ്ലീഷ് അറിയാച്ചാല് ഇത് മനസ്സിലാക്കാം. മാക്സിമൈസേഷൻ പറഞ്ഞാൽ വലുതാക്കുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറഞ്ഞാൽ പ്രോഫിറ്റ് വലുതാക്കുക. അപ്പൊ ഇതുണ്ടല്ലോടാ, ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞാൽ നത്തിങ് ബട്ട് ലോസ് മിനിമൈസ് ചെയ്യാനല്ലേ. അതാണ് മിനിമൈസേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്. ഇതുണ്ടല്ലോ ഓരോ എക്കോണമിസ്റ്റ്, നമ്മൾ ഇത്തിരി വിവരം വെള്ളിയാഴ്ച ഉള്ള പണ്ടത്തുള്ള എക്കോണമിസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വാല്യൂ ഓർ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കോണമിസ്റ്റുകൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, a firm behavior is analyzed by how well it maximizes profit, either by producing maximum output with a given input or by using the minimum input for a given output. ഇപ്പോ നമ്മള് ഇപ്പൊ നിങ്ങള് നല്ലപോലെ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ തീരുമാനിക്കുക? നിങ്ങൾ എക്സാമിന് മേടിക്കണ മാർക്ക് നോക്കിയിട്ടല്ലേ. അതുപോലെ തന്നെ ഒരു ബിസിനസ് നല്ലപോലെ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ് നല്ലതാണോ മോശമാണോ എന്നറിയണമെങ്കിൽ അതിന് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയാണ് ചെയ്യുക. നമ്മള് ബിസിനസ് എന്തിനാ തുടങ്ങുന്നത്? ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ബിസിനസിന്റെ ലാഭം കൂട്ടുകയാണെങ്കിൽ അത് നല്ലപോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലപോലെ എന്താണ് എഫക്റ്റീവ് ആണ്, എഫിഷ്യന്റ് ആണ് എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ ഫേം ബിഹേവിയർ ഇസ് അനലൈസ്ഡ് ബൈ ഹൗ വെൽ ഇറ്റ് മാക്സിമൈസസ് പ്രോഫിറ്റ്, ഐദർ ബൈ പ്രോഫിറ്റ് നമുക്ക് രണ്ട് രീതിയിൽ മാക്സിമൈസ് ചെയ്യാം. ഐദർ ബൈ പ്രൊഡ്യൂസിങ് maximum output with a given input or by using the minimum input for a given output. ഇപ്പോ നമുക്കൊരു 10,000 റോ മെറ്റീരിയൽ കിട്ടിയുള്ളൂ. ആ 10,000 റോ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ആൾ ഉണ്ടാക്കുന്നത് എന്താണ് 11,000 ഫിനിഷ്ഡ് ഗുഡ് ആന്ന് വിചാരിക്കും. ഒരു 10,000 കിലോഗ്രാം ലെതർ വെച്ചിട്ട് അയാൾ ഉണ്ടാക്കിയത് 11,000 ചപ്പൽസ് ആണ് ഇവർക്ക്. എന്നാൽ വേറൊരാള് ഈ സെയിം 11,000 റോ മെറ്റീരിയൽ വെച്ചിട്ട് അയാൾ ഉണ്ടാക്കിയത് 12,000 ചപ്പലാണ്. അപ്പൊ ഇവിടെ നിന്ന് എന്താ മനസ്സിലായത്? ഇയാള് കുറച്ചൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടാവും, എന്നാൽ ഇയാളാണെങ്കിലോ അങ്ങനെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടില്ല അല്ലെ. അതുകൊണ്ടല്ലേ ചപ്പലിന്റെ എണ്ണം കൂടിയത്. അപ്പൊ ഇതാണ് ഐദർ ബൈ പ്രൊഡ്യൂസിങ് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് ദ ഗിവൺ ഇൻപുട്ട് ഓർ ബൈ യൂസിങ് ദ മിനിമം ഇൻപുട്ട് ഫോർ എ ഗിവൺ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ ഒരു കേസ്. ഇനി രണ്ടാമത്തെ സിനാരിയോയിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഒരാള് 10,000 ചപ്പൽ ഉണ്ടാക്കി. 10,000 ചപ്പൽ ഉണ്ടാക്കിയത് 8,000 ലെതർ കിലോഗ്രാം യൂസ് ചെയ്തിട്ടാ. എന്നാൽ വേറൊരാളോ സെയിം 10,000 ചപ്പൽ ഉണ്ടാക്കി എത്ര 7,000 കിലോഗ്രാം ലെതർ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ മിനിമം ഇൻപുട്ട് വെച്ചിട്ടാണ് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതാണ് ഇത്രയാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇതാണ് ഗിവൺ ഇൻപുട്ട്, അല്ലെങ്കിൽ ഇത്രയാണ് കസ്റ്റമർ ഡിമാൻഡ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇയാൾ ഇത്ര ഈ ഔട്ട്പുട്ട്, ഈ ഗിവൺ ഔട്ട്പുട്ട് മിനിമം ഇൻപുട്ട് വെച്ച് ഉണ്ടാക്കി. ഇവിടെ മിനിമം ഇൻപുട്ട് വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കി. അപ്പൊ നത്തിങ് ബട്ട് രണ്ട് രീതി. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയില് കൂടുകയാണ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ, എക്സ്പെൻസ് സെയിം ആയിരിക്കും. ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞാലോ എക്സ്പെൻസ് മിനിമൈസ് ചെയ്യാൻ ചെയ്തത്, എന്നാൽ സെയില് സെയിം ആയിരിക്കും. നമുക്ക് ലാഭം രണ്ട് രീതിയിൽ കൂട്ടാം. എങ്ങനെ? ഒന്നെങ്കിൽ ഇൻകം കൂട്ടാം എന്ന് വെച്ചാൽ സെയിൽ വാല്യൂ കൂട്ടാം, അല്ലെങ്കിൽ എക്സ്പെൻസ് എമൗണ്ട് കുറച്ചാലും പോരെ. ഇപ്പോ 8 രൂപക്ക് ഞാനൊരു സാധനം ഉണ്ടാക്കി, 8 രൂപയാണ് അതിന്റെ വില. ഉണ്ടാക്കിയ ചെലവ് എനിക്ക് ഇത് 10 രൂപക്ക് വെക്കുമ്പോ 2 രൂപ ലാഭമായി. ഈ 2 രൂപ ലാഭം എനിക്ക് രണ്ട് രീതിയിൽ കൂട്ടാം. ഒന്നെങ്കിൽ 10 രൂപക്ക് വിൽക്കുന്ന സാധനം ഞാൻ 11 രൂപക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 രൂപ ലാഭം. അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് വേറൊരു സിനാരിയോയില് ഈ 2 രൂപ എനിക്ക് എങ്ങനെയാണ് 3 രൂപ ആക്കാൻ പറ്റുക? 8 രൂപ ആണ് ഞാൻ ചെലവല്ലേ പറഞ്ഞത്, അത് 7 രൂപക്ക് ഞാൻ 7 രൂപ ആക്കി ചെലവ്. എന്ന് വെച്ചാൽ ഞാൻ ബൾക്ക് ക്വാണ്ടിറ്റി മേടിച്ചപ്പോൾ ഡിസ്കൗണ്ട്, സപ്ലൈ ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടി, അങ്ങനെ 7 രൂപ എന്റെ ചെലവ്. വിൽക്കണത് ഇപ്പോഴും ഞാൻ 10 രൂപക്ക് തന്നെ. അപ്പൊ അവിടെയായാലും എനിക്ക് 3 രൂപ ലാഭം വന്നില്ലേ. അപ്പോ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക്
എക്സ്പെൻസ് കുറച്ചുകൊണ്ടും പ്രോഫിറ്റ് കൂട്ടാം, അല്ലെങ്കിൽ സെയിൽ വാല്യൂ കൂട്ടിയോണ്ടും പ്രോഫിറ്റ് കൂട്ടാം. ദ ഗോൾ ഈസ് ടു മാക്സിമൈസ് റവന്യൂ ആൻഡ് മാക്സിമൈസ് ആൻഡ് മിനിമൈസ് കോസ്റ്റ് ടു ഒപ്റ്റെയിൻ മാക്സിമം പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞ സെയിം സംഭവം അല്ലേ പറഞ്ഞേ. ഇനി വാല്യൂ ഓർ വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മൾ ഇവിടെ നമ്മളുണ്ടല്ലോ ഇവിടെ ഈ FM ഫുള്ള് ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ കോൺസെപ്റ്റിലാട്ടാ. എന്ന് കരുതിയിട്ട് കമ്പനിക്ക് മാത്രം അപ്ലിക്കബിൾ ആവുമെന്നല്ല, കമ്പനിയുടെ ആസ്പെക്റ്റിലാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാമ്പിളും കമ്പനീനെ എനിക്ക് കൂടുതൽ പറയണ്ടാവുക. ഓക്കെ ഓക്കെ ഇവിടെ വാല്യൂ ഓർ വെൽത്ത് മാക്സിമൈസേഷൻ പറഞ്ഞാൽ എന്താ? വെൽത്ത് പറഞ്ഞാൽ ഓണർമാരുടെ വെൽത്ത് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഓണർമാർക്ക്, കമ്പനിയിലെ ഓണർമാർക്ക് എന്തുണ്ടാവുക? ഷെയർസ് ഉണ്ടാവും. അപ്പൊ ഷെയറിന്റെ വെൽത്ത് കൂട്ടണം എന്നാണ് പറഞ്ഞത്. നത്തിങ് ബട്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ കൂടണമെന്ന്. ഒരു മിനിറ്റ്. ഓക്കെ പ്രോഫിറ്റ് അതാണ്. അപ്പോ ആദ്യം വന്ന കോൺസെപ്റ്റ് ആണ് എന്ത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാല്. പിന്നീട് വന്ന കോൺസെപ്റ്റ് ആണ് എന്ത്? പിന്നെ എക്കോണമിക്സ്. നമുക്ക് പണ്ടത്തെ ബുദ്ധിയല്ലല്ലോ നമുക്ക് ഇന്നുള്ളത്. നമ്മൾ ഓരോ മിസ്റ്റേക്സ് എന്നും നമ്മൾ പഠിക്കും. അയ്യോ ഞാൻ പണ്ട് വിചാരിച്ചത് തെറ്റായിരുന്നു, ഇപ്പൊ വിചാരിച്ചതാണ് ശരി എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറില്ലേ? അത് നമുക്ക് പുതിയ പുതിയ അറിവ്. ഓക്കെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ വാല്യൂ ഓർ വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോ പണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ് വെൽത്ത് മാക്സിമൈസേഷന് ഫോക്കസ് കൊടുക്കണം എന്നാ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസിന്റെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. The aim is to create wealth for shareholders by increasing the value of their investment. Nothing but ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് കൂടുമ്പോഴാണ് നത്തിങ് ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ ഇൻഡയറക്ട്ലി ഉണ്ടാവുക. ഒരു കമ്പനിക്ക് ലാഭം കൂടുമ്പോഴല്ലടാ എന്ത് ഷെയർ ഹോൾഡറിന്റെ വാല്യൂ കൂടത്തുള്ളൂ, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടത്തുള്ളൂ. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എന്ത് വന്നാലും പ്രോഫിറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റും വേണം. ആ ഒരു മീനിങ് ആണ്. എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഷെയർ ഹോൾഡർക്ക് വാല്യൂ കൂടി കൂട്ടണം എന്നാണ്. നത്തിങ് ബട്ട് ലോങ് റണ്ണിൽ ബിസിനസ് നീണ്ടു പോകണം എന്നാണ് ഈ വെൽത്ത് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമ്മൾ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തിന് കാട്ടുന്ന കോർപ്പറേറ്റ് കമ്പനീസ്. അതൊക്കെ ഷോർട്ട് ടേമില് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കാം. ബട്ട് ഒരു ലോങ് റണ്ണില് പ്രോഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ കമ്പനി ഒരുപാട് കാലം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വെൽത്ത് മാക്സിമൈസേഷൻ ഫോക്കസ് ചെയ്യണം എന്നാണ്. നത്തിങ് ബട്ട് പ്രോഫിറ്റ് മാത്രം ആവരുത്, നത്തിങ് ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ കമ്പനി ഒരുപാട് കാലം നീണ്ടു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തില് വർക്ക് ചെയ്യുന്നതിനെയാണ് നത്തിങ് ബട്ട് വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ള. വെൽത്ത് മാക്സിമൈസേഷൻ നത്തിങ് ബട്ട് ഒരു ലോങ് റൺ മീനിങ് ആണ് ഇവിടെ എടുത്ത് പറയണില്ലെങ്കിൽ പോലും. ഓക്കെ മാക്സിമൈസിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ഇസ് എ കീ ഗോൾ വിച്ച് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഫോളോയിങ് ഫോർമുല. അപ്പൊ ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ നമുക്ക് ആ കമ്പനിയുടെ ഇക്വിറ്റിയുടെയും മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഡെപ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, അതിന്റെയൊക്കെ മാർക്കറ്റ് വാല്യൂ രണ്ടും കൂട്ടിയാലാണ് ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ ആവാ. നത്തിങ് ബട്ട് ആലോചിച്ച് നോക്കടാ, നമ്മള് ഇക്വിറ്റി യൂസ് ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യും ഷെയർ ഹോൾഡറിന്റെ. ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടല്ലോ ബാങ്കിന്റെ ഡിബഞ്ചർ ഹോൾഡറിന്റെ ബോണ്ട് ഹോൾഡറിന്റെ ആദ്യം വെച്ചാൽ അവരുടെ നിന്ന് ഫണ്ട് റേസ് ചെയ്യും. ഈ റേസ് ചെയ്യുന്ന ഫണ്ടൊക്കെ അല്ലേ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യാനും വർക്കിംഗ് ക്യാപിറ്റലൊക്കെ വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ നത്തിങ് ബട്ട് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ലേ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ പറഞ്ഞാൽ. അതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. ഇതിന്റെ പല ടൈപ്പുകൾ നമ്മൾ ഇനി വരും ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ 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 നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനം തന്നെ വീണ്ടും പറയാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ബട്ട് ഏതൊക്കെ ഏരിയാസ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കവർ ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് കൺസേൺ വിത്ത് മാനേജിങ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഇൻ മോസ്റ്റ് ഒപ്റ്റിമൽ മാനർ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു ഒരു എന്താണ് ഇപ്പൊ എന്തോ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വരുന്നില്ലല്ലോടാ. ഓക്കെ ആ ഒരു ടോയ് ഉണ്ടാക്കാന് അത് വേണ്ട, ഒരു ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ ഒരു നല്ലൊരു എക്സാമ്പിൾ ഒന്ന് ആലോചിക്കട്ടെ. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒരു അധികം ഇൻപുട്ട് ഇല്ലാത്ത പ്രൊഡക്റ്റ് ഏതാ വരുന്നത്? ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ വേണ്ട സമയത്ത് വിചാരിച്ചൊന്നും തലക്ക് വരുത്തുന്നത്. ബുക്ക്.
ബുക്കിന്റെ കേസ് എടുക്കാം. ബുക്കും ഒരു സുഖമില്ലല്ലോ. ടേബിളിന്റെ കേസ് എടുക്കാം. അപ്പൊ ഒരു വുഡൻ ടേബിളും അതിന്റെ അടിയിൽ സ്റ്റീലല്ല ഉണ്ടാവുക. ഇപ്പൊ ഒരു 1/2 കിലോ സ്റ്റീല് വേണം, 1/2 കിലോ വുഡ് വേണം. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കും, വുഡ് 1/2 കിലോ എന്നല്ല പറയാ. അപ്പൊ നമ്മൾ ശരിക്കും 1/2 കിലോ മതി ഒരു നല്ലൊരു ഒരു സാമാന്യ ടേബിൾ ഉണ്ടാക്കാന്. അപ്പൊ നമ്മൾ ഈ 1/2 കിലോനാണ് മിനിമം ഇൻപുട്ട് വേണ്ടത്. അപ്പൊ അങ്ങനെ മിനിമം ഇൻപുട്ട് യൂസ് ചെയ്ത് ഒരു ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാണ് ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിമൽ മാനർ. എന്നാ 1/2 കിലോ സ്റ്റീലിന്റെ പകരം ഞാനൊരു 3/4 കിലോ സ്റ്റീൽ എടുത്തിട്ട് 1/2 കിലോ വുഡ് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ ഒപ്റ്റിമൽ മാനർ അല്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് ഇപ്പൊ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോഴേ നമുക്ക് എപ്പോഴും കോസ്റ്റ് കുറഞ്ഞിട്ട്, ഒബ്വിയസ്ലി നമുക്ക് എക്സ്പെൻസ് കുറക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടാവുക. ഈ ലോണിന്റെ ഒക്കെ കോസ്റ്റ് പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്, അതൊക്കെ P&L വരുന്നതല്ലേ. അപ്പൊ അത് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് രീതിയിൽ നമ്മൾ ഫൈനാൻസ് ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ലൈക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ ഫൈനാൻസിനെ മാനേജ് ചെയ്യുക, ഏറ്റവും കോസ്റ്റിനെ ഒപ്റ്റിമൽ ആക്കുന്ന രീതിയിൽ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫോക്കസസ് 3 ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഓഫ് എ ഫേം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഡിസിഷൻ? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. Firm needs to decide where and how much to invest to maximize firm's wealth. ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഡിസിഷൻ ആദ്യം വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, ദിസ് ഇൻവോൾവ്സ് 2 മെയിൻ ആസ്പെക്ട്സ്. എന്തൊക്കെയാണ്? ഇവാലുവേറ്റിംഗ് അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ടു സെലക്ട് ദ ബെസ്റ്റ് വൺ. ഞാൻ നേരത്തെ ഒരു 2 മെഷീനറിയുടെ കേസ് പറഞ്ഞില്ലേ തുടക്കത്തില്. അവിടെ മെഷീൻ 1 ഉണ്ട്, മെഷീൻ 2 ഉണ്ട്. ഒരു മെഷീന് 16 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ, വേറെ മെഷീന് 17 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ. അപ്പൊ ഇത് ഞാൻ മേടിക്കാൻ പോവുകയാണെങ്കിൽ അൾട്ടർനേറ്റീവിന് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായി 15,000 ഇത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇത് വേണ്ട, സെയിം പ്രൈസ് ആണ് രണ്ടിനും, അപ്പൊ ഇത് ഞാൻ സെലക്ട് ചെയ്യും. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് സെലക്ടഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ മേടിച്ച് ഞാൻ എന്റെ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ, ഇത് വെച്ചിട്ട് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കണ്ടേ, എന്നിട്ട് പ്രൊഡക്റ്റ് വിൽക്കണ്ടേ, എന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണ്ടേ, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. ഫേം മസ്റ്റ് ഫോക്കസ് ഓൺ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ഏറ്റവും കോസ്റ്റ് കുറയുന്ന രീതിയിൽ വേണം ഫണ്ട് ഒപ്റ്റെയിൻ ചെയ്യാൻ. ദേ ഷുഡ് ചൂസ് പ്രൊജക്ട് വിത്ത് ഹയർ റിട്ടേൺ. ഇപ്പൊ ഇവിടെ ഈ പ്രൊജക്ട് അല്ലേ ഹയർ പ്രൊജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എമൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഈ മെഷീനറിയാണ് മേടിച്ചത്, ഇപ്പൊ ഹയർ റിട്ടേൺ ഉള്ളതല്ലേ നമ്മൾ സെലക്ട് ചെയ്തത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഹെൽപ്സ് ഇൻ സെലക്ടിങ് ഹൈ പ്രോഫിറ്റബിൾ ആൻഡ് ഫീസിബിൾ പ്രൊജക്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറഞ്ഞ ഒരു മെത്തേഡാണ്, അതൊക്കെ നമ്മൾ വരും ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോ മെഷീനറി 1 എന്താണ് 10,000 രൂപ, ഇത് 10,000 രൂപ. ഇതിന്റെ ഇയർ ഇത് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഇത് 15,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അത് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത് 10 ഇയർ യൂസ്ഫുൾ ലൈഫ് ഉണ്ട്, ഇതെന്നാ 5 ഇയർ യൂസ്ഫുൾ ലൈഫ് ഉള്ളൂ. അപ്പൊ നമുക്കൊരു കോൺഫ്ലിക്ട് വന്നില്ല ഇയറിന്റെ കേസിൽ. ശരിയാണ്, ഇത് 10,000 പ്രൊഡ്യൂസ് ചെയ്യും, ഇത് 15,000 പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ 10,000 നമുക്ക് 10 വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ ഈ മെഷീനറി ആണെങ്കിൽ ആകെ 5 വർഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്ട് വന്നില്ല. അപ്പൊ ഇത്തരം സിനാരിയോയിലൊക്കെ നമ്മള് ലൈക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യും. അതില് ആ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഓരോ മെഷീനറി കൊണ്ടും ഓരോ കൊല്ലം എത്ര ക്യാഷ് ഫ്ലോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിനനുസരിച്ച് എത്ര ഏതിനാണ് ലാഭം കൂടുതൽ വരാന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിക്കൂട്ടാ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു ബ്രോഡ് റേഞ്ചിൽ പറയണല്ലോ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആ മെത്തേഡ് ഹെൽപ്പ് ചെയ്യും എന്തിന്, ഇൻ സെലക്ടിങ് ഹൈ പ്രോഫിറ്റബിൾ ആൻഡ് ഫീസിബിൾ പ്രൊജക്ട്സ് ഫോർ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇപ്പൊ ഇവിടെ മെഷീനറി മേടിക്കാൻ പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി അതുപോലെ തന്നെ വല്ല റോ മെറ്റീരിയൽസ് മേടിക്കാനോ അല്ലെങ്കിൽ ഡെപ്റ്ററിനെ ഞാൻ ക്രെഡിറ്റിൽ സെയിൽ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാനൊക്കെ ഫേം ഷുഡ് എൻഷുർ ദാറ്റ് ദർ ഇസ് നൈദർ നോർ എക്സസീവ് ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ലൈക്ക് ഇപ്പൊ റോ മെറ്റീരിയൽ മേടിക്കാനാ അതൊക്കെ മേടിക്കാനായാലും ഒരുപാട് റോ മെറ്റീരിയൽസ് മേടിക്കുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കുറവ് റോ മെറ്റീരിയൽസ് മേടിക്കുകയും ചെയ്യരുത്. അപ്പൊ എത്രയാണ് ഒപ്റ്റിമൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണ്ടത്, അത്ര മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താ, അത് എത്രയാണ് എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് എന്താണ് ബ്രോഡ് റേഞ്ചിൽ പറയണല്ലോ. ഇപ്പൊ ഒരു അസറ്റ് മേടിക്കാനെങ്കിലും നമ്മൾക്ക് കൂടുതൽ ഇൻകം അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മേടിക്കാൻ. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനെങ്കിലും എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവരുത്, എന്ത് ലോവർ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവരുത്. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ എന്താ, ഇപ്പോ വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ വൈസ് പറയുകയാണെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ നമുക്ക് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോവാൻ ആവശ്യമായിട്ടുള്ള എന്ത് എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം കമ്പനി ദൈനംദിന ചെലവുകൾക്ക് എനിക്ക് ഇത്ര എമൗണ്ട് ആവശ്യം, 5 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ 5 ലക്ഷമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഈ 5 ലക്ഷം ഞാൻ യൂസ് ചെയ്തിട്ട് ഓരോ റോ മെറ്റീരിയൽ മേടിക്കുമ്പോൾ അധികമായിട്ട് എന്റെ ഗോഡൌണിൽ ഇരിക്കാനും പാടില്ല, എന്നാ
ഇന്ന് പ്രൊഡക്ഷന് അധികമായിട്ട് എന്റെ ഗോഡൌണിൽ ഇരിക്കാനും പാടില്ല, എന്നാൽ പ്രൊഡക്ഷന് റോ മെറ്റീരിയൽ ഇല്ലാത്ത സിനാരിയോയിലാവരുത്. അപ്പൊ ആ ഒരു ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചാപ്റ്ററിൽ പഠിക്കൂട്ടാ. ഇനി ഫൈനാൻസിംഗ് ഡിസിഷൻ. The goal is to find optimum combination of debt and equity to minimize cost of capital and maximize return. നമുക്ക് ലൈക്ക് നമ്മൾ മേലെ പഠിച്ചു, ഒന്നെങ്കിൽ നമുക്ക് ഡെറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റി വഴി ഫണ്ട് റൈസ് ചെയ്യാം. ഡെറ്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം, അത് നിർബന്ധമാണ്. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ ഉള്ളത് നമ്മള് നമുക്ക് ആരാണോ ബാങ്ക് ആണോ തരുന്നത്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ ആണോ തരുന്നത്, അയാളുടെ ഇതുപോലെ ഇരിക്കും. എന്നാൽ ഇക്വിറ്റിയുടെ കേസിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതി. അതും നിർബന്ധമില്ല. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ലൈക്ക് കൊടുക്കണം തോന്നണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഒരു പെർമനന്റ് ഒബ്ലിഗേഷൻ ഇല്ല ഇക്വിറ്റി വഴി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ. എന്നാൽ ഡെപ്റ്റ് വഴി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പെർമനന്റ് ഒബ്ലിഗേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കാൻ നിർബന്ധമാണ്. ബട്ട് ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോഴായാലും നമുക്കത് എക്സ്പെൻഡിച്ചർ ആയിട്ട് P&L ക്ലെയിം ചെയ്തൂടെ? നത്തിങ് ബട്ട് ടാക്സിന് അതൊരു ഡിഡക്ഷൻ ആയിട്ട് എനിക്ക് യൂസ് ചെയ്തൂടെ? അതൊക്കെ നമ്മൾ പ്രോബ്ലം ഒക്കെ ഇനി പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ജസ്റ്റ് തിയറിറ്റിക്കൽ ആസ്പെക്റ്റിൽ മാത്രമേ പറയണുള്ളൂ. പക്ഷെ ഇക്വിറ്റിയിൽ എനിക്ക് പ്രോഫിറ്റിൽ നിന്നുണ്ടായ ഡിവിഡൻഡ് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അത് P&L ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ബട്ട് ഇൻകം ടാക്സ് അതൊരു എക്സ്പെൻഡിച്ചർ ആയിട്ട് അലോ ചെയ്യുന്നില്ല. അപ്പൊ ഇതിന് എനിക്ക് ടാക്സ് ഷീൽഡ് കിട്ടത്തില്ല. അല്ലെങ്കിൽ ടാക്സിന്റെ മറയിൽ എനിക്ക് ടാക്സ് ലൈക്ക് എന്റെ ഇൻകം കണ്ടുപിടിക്കുമ്പോ, എന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോ ഈ ഡിവിഡൻഡ് എനിക്ക് എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പറ്റില്ല. അത് ഓണർമാർക്ക് കൊടുക്കണോണ്ട്. അപ്പൊ അതിന് ടാക്സ് ഷീൽഡ് ഇല്ല. ഇപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ലൈക്ക് ഇപ്പൊ ഒരു 10% വിചാരിക്കേ, എന്ത് ഇപ്പൊ ഡിബഞ്ചർ, ഒറ്റ മിനിറ്റാ, അതായത് ഞാൻ ഈ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, ഡിബഞ്ചർ 10 ലക്ഷം രൂപയാണ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. വെച്ചാൽ ഡിബഞ്ചറിന്റെ മുദ്ര പേപ്പർ ഞാൻ നിനക്ക് തന്നു, നീയാണ് എന്റെ ലൈക്ക് ലെൻഡർ വിചാരിക്കും. നിനക്ക് ആ ഡിബഞ്ചർ മുദ്ര പേപ്പർ തന്നു. അപ്പൊ നീ എനിക്ക് 10 ലക്ഷം രൂപ തന്നു. ആ 10 ലക്ഷം രൂപ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു തരേണ്ടത്. അപ്പൊ 10% ഒരു 10,000 രൂപയാണ് കൊല്ലം കൊല്ലം ഇൻട്രസ്റ്റ്, അല്ല 1 ലക്ഷം രൂപയാണ് കൊല്ലം കൊല്ലം ഇൻട്രസ്റ്റ് ഞാൻ തരേണ്ടത് നിനക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം അല്ലേ എനിക്ക് കിട്ടിയത്. എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നത്? 10% ആണ്. അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് ഡെറ്റിന്റെ കോസ്റ്റ് എത്ര? 10% ആണ്. ഇനി ഇവിടെ ഞാൻ ഡെപ്റ്റ് വഴി 10 ലക്ഷം രൂപ, ഇനി ഒരു പുതിയ ഇക്വിറ്റി ഞാൻ ഇഷ്യൂ ചെയ്തിട്ട് ഒരു 5 ലക്ഷം രൂപ റേസ് ചെയ്ത് വിചാരിക്കും. ഈ 5 ലക്ഷത്തില് ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 50,000 രൂപ വിചാരിക്കും. ലൈക്ക് 50,000 അല്ല, ഒരു 1 ലക്ഷം രൂപ വിചാരിക്കും. ലൈക്ക് ഇതിപ്പോ റഫ് എമൗണ്ട് ഞാൻ പറയുന്നത് 1 ലക്ഷം തന്നെ ഇക്വിറ്റിക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ 1 ലക്ഷം ബൈ 5 ലക്ഷം എത്ര? 20%. ഇത് എന്തുകൊണ്ടാണ് ഡെറ്റിനേക്കാളും കൂടുതൽ ഇക്വിറ്റിയുടെ പെർസെന്റേജ് വന്നത്? 20 ആണ്. വേറൊന്നുമല്ല, ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനാണല്ലോ കമ്പനി. ഇപ്പൊ നീ എനിക്ക് ഇത് നീയാ വിചാരിക്ക്, ഇതാണ് കമ്പനി, എന്റെ കമ്പനി. അപ്പോ നീ എനിക്ക് ഡെറ്റ് ആണ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്കറിയാം കൊല്ലം കൊല്ലം ഞാൻ ഇൻട്രസ്റ്റ് നിനക്ക് തരും. അപ്പൊ നിനക്കത് റിസ്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റും കുറവായിരിക്കും. പക്ഷെ ഇനി എന്റെ കമ്പനിയായി ഞാൻ വേറെ ആൾക്ക് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യാണ്. ഇക്വിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഇക്വിറ്റി മേടിക്കണ ആൾക്കറിയാം എന്ത് എല്ലാ കൊല്ലവും കമ്പനിക്ക് ഡിവിഡൻഡ് കിട്ടിക്കോളുന്നില്ല, പ്രോഫിറ്റ് ഉണ്ടാവുമ്പോഴേ കിട്ടുള്ളൂ. ഇനി പ്രോഫിറ്റ് ഉണ്ടാവുമ്പോഴായാലും കമ്പനി വിചാരിച്ചാലേ കിട്ടത്തുള്ളൂ എന്നറിയാം. അപ്പൊ അവിടെ റിസ്ക് കൂടുതലാണ്. അപ്പൊ ആ റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇക്വിറ്റി മേടിക്കണ ആൾക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഹയർ ആവണം എന്നില്ലേ? എന്ന് വെച്ചാൽ അത്യം കൂടുതൽ എക്സ്പെക്ട് ചെയ്യില്ലേ? ഇയാൾ ഒരിക്കലും ഈ കമ്പനിയെ നന്നാക്കാൻ വേണ്ടി ഇരിക്കണതല്ലോ. ഇയാള് റിസ്ക് എടുക്കുമ്പോ നമുക്ക് റിസ്ക് കൂടുമ്പോ റിട്ടേൺ കൂടണ്ടേ? ഡെത്തിന്റെ കേസസിൽ ഇയാൾക്ക് റിസ്ക് കുറവല്ലേ? അതുകൊണ്ട് എന്താണ് റിട്ടേൺ കുറവാണ് എക്സ്പെക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് കുറവായിരിക്കും എപ്പോഴും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും. ഇത് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ. ഇതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നമുക്ക് ഇഷ്ടമാതിരി ചെയ്യാണ്ട്. ഓക്കെ, അപ്പോ ഡെറ്റും ഇക്വിറ്റിയും നമ്മള് ഡിവിഡൻഡ് തോന്നുമ്പോ കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് ഇക്വിറ്റി റേസ് ചെയ്യാൻ പാടില്ല. കാരണം ഇക്വിറ്റി റേസ് ചെയ്താല് അടുത്ത പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് EPS കുറയും. ഇപ്പൊ നമുക്ക് 1 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ
ഇക്വിറ്റി ഞാന് 50 ലക്ഷം റേസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഷെയറിന് 10 രൂപ വെച്ച് വെച്ചാൽ 5 ലക്ഷം ഷെയറായി ഇല്ലേ? അപ്പൊ 1 ലക്ഷം ബൈ 5 ലക്ഷം ഡിവൈഡ് ചെയ്താൽ വരണ നമ്പറും ഇനിയിപ്പോ ഞാന് 5 ലക്ഷം അല്ല 50 ലക്ഷം ഇഷ്യൂ ചെയ്യാതെ ഒരു 40 ലക്ഷം ഇഷ്യൂ ചെയ്ത് വിചാരിക്കും. ഈ കേസ് വിട്ടിട്ടാ 40 ലക്ഷം ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ 100 രൂപ വെച്ചിട്ട് അല്ല 10 രൂപ വെച്ചിട്ട് 4 ലക്ഷമാണ് നമ്പർ ഓഫ് ഷെയർ വരിക. 1 ലക്ഷം ഡിവൈഡ് ബൈ 4 ലക്ഷം അടിക്കുന്നതും 1 ലക്ഷം ഡിവൈഡ് ബൈ 5 ലക്ഷം അടിക്കുന്നതും ഏതിനാണ് EPS കുറയുക? ഒബ്വിയസ്ലി ഇതില് കുറവായിരിക്കും. സോറി, ഇതിൽ കുറവായിരിക്കും. എന്നാ ഇതിലോ കൂടുതലായിരിക്കും. കാരണം ഡിനോമിനേറ്റർ ചെറുതാവുമ്പോൾ റിസൾട്ട് വലുതാവല്ലേ ചെയ്യാ. ബേസിക് മാത്സ് ആട്ടോ അതൊക്കെ. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് EPS കുറയും. EPS കുറയണ ഒരിക്കലും നല്ലതല്ലല്ലോ ഒരു കമ്പനിക്ക്. ഒബ്വിയസ്ലി അത് അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ വാല്യൂ കുറയും. എന്നാൽ ഡെപ്റ്റും ഒരുപാട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ് അടുത്ത കൊല്ലം ലാഭം ഇല്ലെങ്കിൽ പോലും ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ഡെറ്റും ഇക്വിറ്റിയും ഒരു ഒപ്റ്റിമൽ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതാണ് ദ ഗോൾ ഇസ് ടു ഫൈൻഡ് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ടു മിനിമൈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് രണ്ടിനും പറഞ്ഞാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ആൻഡ് മാക്സിമൈസ് റിട്ടേൺ. ഫൈനാൻസിംഗ് ഡിസിഷൻ ഇൻവോൾവ്സ് ചൂസിംഗ് ഹൗ ടു റൈസ് ഫണ്ട് ഫ്രം ഇന്റേണൽ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോൺസ് ആൻഡ് ഡെറ്റ്. നത്തിങ് ബട്ട് ഇത് ഡെറ്റ് ഇക്വിറ്റി. Borrowed funds are riskier because they require fixed payment commitment like interest, but owned funds like equity share capital do not include any such fixed commitment except preference share. Preference share കേസ് നത്തിങ് ബട്ട് ഡെപ്റ്റ് പോലെയാണ്. ബട്ട് ഡെപ്റ്റ് പോലെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡെപ്റ്റില് ടാക്സ് ഷീൽഡ് കിട്ടും. നത്തിങ് ബട്ട് എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പറ്റും. എന്നാൽ പ്രിഫറൻസ് ഷെയറിന്റെ മേലെ കൊടുക്കേണ്ടി വരുന്ന എക്സ്പെൻസ് ആയിട്ട് കുറക്കാൻ പറ്റില്ല. എന്നാൽ ഫിക്സഡ് കമ്മിറ്റ്മെന്റ് ഉണ്ട് എല്ലാ കൊല്ലും. ലൈക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പ്രിഫറൻസ് ഡിവിഡന്റ് കൊടുക്കണം നിർബന്ധമില്ല. പക്ഷെ ഇക്വിറ്റി ഡിവിഡന്റ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിലും കൊടുക്കണം എന്നില്ല. ബട്ട് പ്രിഫറൻസ് ഡിവിഡന്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും കൊടുക്കണം എന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഒരു പോയിന്റ്. സോ റീസണബിൾ ക്യാഷ് ഷുഡ് ബി എക്സൈസ് വെൽ ഡിസൈഡിംഗ് അപ്പോൺ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഡെറ്റ് എത്ര വേണം, ഇക്വിറ്റി എത്ര വേണം, അത് തീരുമാനിച്ചിട്ട് ഡിസൈഡ് ചെയ്യണ. ഡെറ്റ് ഇത്ര എമൗണ്ട്, ഇക്വിറ്റി ഇത്ര എമൗണ്ട്. ഇതിന് മൊത്തത്തിൽ പറഞ്ഞാണ് എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ. കാരണം ഈ ഫണ്ട് യൂസ് ചെയ്തിട്ടല്ലടാ ബിസിനസ് മുന്നോട്ട് നടത്തുക. ഇനി ഡിവിഡന്റ് ഡിസിഷൻ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കി. ഫേം ഡിസൈഡ് ഹൗ മച്ച് ടു ഡിസ്ട്രിബ്യൂട്ട് ആസ് ഡിവിഡന്റ് ആൻഡ് ഹൗ മച്ച് ടു റിട്ടേൺ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ആ ലാഭത്തിന്റെ എത്ര ഡിവിഡന്റ് ആയിട്ട് ഷെയർ ഹോൾഡർ കൊടുക്കണം, എത്ര ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി മാറ്റി വെക്കണം, അത് പ്രോപ്പർലി ഡിസൈഡ് ചെയ്യണം. ഡിവിഡന്റ് ഡിസിഷൻ ഒക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. നമുക്ക് ഇനി വരാൻ പോണ ചാപ്റ്ററിൽ എങ്ങനെ ഡിസൈഡ് ചെയ്യാന്നൊക്കെ. ദ ഗോൾ ഈസ് ടു മാക്സിമൈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്മള് ഡിവിഡന്റ് കൂടുതൽ കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഷെയർ ഹോൾഡേഴ്സിന് തോന്നും ഈ കമ്പനി ഷെയർ മേടിക്കാൻ നല്ലതാണ്, ഡിവിഡന്റ് കൂടുതൽ കിട്ടും. അപ്പൊ കൂടുതൽ പേര് ഷെയർ മേടിക്കാൻ വരും. കാരണം ഡിവിഡന്റ് കിട്ടുമ്പോൾ കൂടുതൽ പേര് മേടിക്കാൻ വരുമ്പോൾ ഒബ്വിയസ്ലി ഷെയറിന്റെ ഡിമാൻഡ് കൂടില്ലേ. ഡിമാൻഡ് കൂടുമ്പോൾ ഒബ്വിയസ്ലി പ്രൈസ് കൂടില്ലേ. അതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ മാക്സിമൈസ് ചെയ്യും. ഇഫ് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻ ആർ നോട്ട് ഫുൾഫിൽഡ് ഇറ്റ് ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. നമ്മൾ ഡിവിഡന്റ് കൊടുക്കണില്ല, ഫുള്ള് റിട്ടേൺ ചെയ്യുന്നത്. 10 ലക്ഷം രൂപ ലാഭം ഉണ്ടായി, 10 ലക്ഷം ഞാൻ എന്റെ കമ്പനിയുടെ ഫ്യൂച്ചർ എക്സ്പെൻസിന് വേണ്ടിയിട്ട് റിസർവിലോട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡിവിഡന്റ് ആയി കൊടുക്കണില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാവും ഈ കമ്പനിയുടെ ഷെയർ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ഡിവിഡന്റ് കിട്ടുന്നില്ല, അപ്പൊ ഞാനിപ്പോ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കട്ടെ. അങ്ങനെ എല്ലാവരും വിൽക്കാൻ നോക്കുമ്പോൾ എന്താണ് ഇതിന് ബയ്യർ ഉണ്ടാവില്ല. അപ്പൊ ഒബ്വിയസ്ലി ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോ വില കുറയില്ലേ. On the other hand, if a firm fails to grasp or predict pre-investment opportunities, it can affect future growth. നത്തിങ് ബട്ട് ഇപ്പൊ ഉണ്ടല്ലോടാ, നമുക്ക് ഈ ഉണ്ടാക്കിയ ലാഭം റീഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതലാക്കിയിട്ട് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക് ഷെയർ ഹോൾഡർക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക. അപ്പൊ റീറ്റെയിൻ ചെയ്യണതിന് കുഴപ്പമുണ്ടാവില്ല. ബട്ട് എന്നാല് റീഇൻവെസ്റ്റ് ചെയ്തു, 10 ലക്ഷം ലാഭം ഉണ്ടായി ഈ കൊല്ലം, ഇത് കഴിഞ്ഞ അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി ഫുള്ള് റീഇൻവെസ്റ്റ് ചെയ്തു. ഷെയർ ഹോൾഡേഴ്സിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ട്, അതിൽ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, അപ്പൊ അത് നിങ്ങൾക്ക് ഡിവിഡന്റ് ആയിട്ട് തരാം. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ, അങ്ങനെ റീഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫ്യൂച്ചർ ഗ്രോത്തിനെ എഫക്ട് ചെയ്യില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കൂടെ. ഇപ്പൊ ചെറിയൊരു ഇതിലെ പറയണല്ലോ. സോ ഫേം നീഡ്സ് ടു ബാലൻസ് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻസ് വിത്ത് ഇക്വിറ്റി വിത്ത് റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വെൻ സെറ്റിംഗ് എ ഡിവിഡന്റ് പോളിസി. അപ്പോ ഇപ്പോ 10 ലക്ഷം രൂപ ലാഭം ഉണ്ടായി. അതില് ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ മേലെ ഇവിടെ 20% പറഞ്ഞില്ലേ, അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 10% വിചാരിക്കും.
എന്നാൽ എനിക്ക് പുതിയൊരു ക്ലയന്റ് വന്നിട്ട് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ വലിയൊരു പ്രൊജക്ട് എനിക്ക് തരികയാണ്. അപ്പൊ ആ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനുണ്ടാകുന്ന ലാഭം 20% ആണെങ്കിൽ, ആ 20% ആണെങ്കിൽ ഒബ്വിയസ്ലി ഷെയർ ഹോൾഡർ എന്താ പറയാ, നിങ്ങൾ ഈ പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ, അപ്പൊ ഈ 10 ലക്ഷം ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ 20% കൂടുതൽ കിട്ടൂലോ. ഇപ്പൊ ഷെയർ ഹോൾഡറിന് എന്താണ് ലൈക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഷെയർ ഹോൾഡർ 10% എക്സ്പെക്ട് ചെയ്യണല്ലോ. ബട്ട് ഷെയർ ഹോൾഡർക്ക് ഇത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 20% കൂടുതൽ കിട്ടാമെന്ന് അറിയുന്നത് കൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്യാൻ ഷെയർ ഹോൾഡർ ആയാലും സമ്മതിച്ചോളും, ഇല്ലേ? അപ്പൊ ഈ പ്രൊജക്ടിന് എത്ര, ചിലപ്പോ 10 ലക്ഷം വേണ്ടി വരുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോ 5 ലക്ഷം വേണ്ടി വരുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ 5 ലക്ഷത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ബാക്കി 5 ലക്ഷത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡറിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഡിവിഡന്റ് കൊടുക്കാം. അപ്പൊ ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിൽ 5 ലക്ഷം ആവശ്യമുള്ള കരുതിയിട്ട് മൊത്തം 10 ലക്ഷം ഇടാനും നോക്കരുത്. എന്നാൽ ഷെയർ ഹോൾഡറെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്തം 10 ലക്ഷം ഷെയർ ഹോൾഡർ കൊടുക്കാൻ നോക്കരുത്. എല്ലാത്തിനും ഇടയിൽ ഒരു മര്യാദ വേണം, ഒരു ബാലൻസ് വേണം. ആരും വെറുപ്പിക്കാത്ത രീതിയിൽ എന്നാൽ നമുക്ക് വളരാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോപ്പർ ബാലൻസ് കീപ്പ് ചെയ്യണമെന്നാണ് ഈ ഒരു പോയിന്റോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. So scope of financial management is striking a proper balance between investment decision, financing decision, and dividend decision. Okay, okay. Like nothing but ഇവിടെ പറയണത് ഫൈനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, അത്ര തന്നെ. ലൈക്ക് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും പറഞ്ഞാലും ഈ സെയിം തന്നെയാട്ടാ. ഫങ്ഷൻസ് ഓഫ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സെയിം തന്നെയാണ്. കണ്ട, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ മെഷീനറി മേടിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഫൈനാൻഷ്യൽ ഡിസിഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യണം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡെപ്റ്റിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറക്കാൻ നോക്കണം, എത്ര കുറക്കാൻ നോക്കണം, എത്രത്തോളം കോസ്റ്റ് കുറക്കാൻ പറ്റും അത്രത്തോളം കോസ്റ്റ് കുറക്കാൻ നോക്കണം. ലിവറേജ് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കും. ഡിവിഡന്റ് പോളിസി സെറ്റ് ചെയ്യണം, എത്ര ഡിവിഡന്റ് കൊടുക്കണം, എത്ര റിട്ടേൺഡ് ഏർണിങ്സ്, എത്ര, ഇപ്പൊ 10 ലക്ഷം ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എത്രയാണ് ഡിവിഡന്റ് ആയി കൊടുക്കേണ്ടത്, എത്രയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഈ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഓരോരോ ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടാ. ഓക്കെ. ഓക്കെ, ഓക്കെ. നമുക്ക് എന്തായാലും ഇതിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇനി ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ഡെഫിനേഷനിലോട്ട് പോവാം. ഇതിലൊക്കെ ഇതൊന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. കാരണം നമുക്ക് പ്രോബ്ലംസുകളൊക്കെ ഇഷ്ടമാതിരി ചെയ്യാനുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ പോയിന്റിലൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മള് പ്രോബ്ലംസുകൾ ചെയ്യുക. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും പ്രോഫിറ്റ് മാക്സിമൈസേഷനും വാല്യൂ മാക്സിമൈസേഷന്റെയും പറയാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇപ്പൊ ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. എക്കോണമിസ്റ്റുകൾ വലിയ വലിയ തല ബുദ്ധിയുള്ള ആൾക്കാർ കൊണ്ടുവന്ന ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ്, പ്രോഫിറ്റ് ആണ്. തല പോയാലും വേണ്ടില്ല, കമ്പനിയുടെ പ്രോഫിറ്റ് ഒരിക്കലും കുറയരുത്. ഇറ്റ് ഈസ് എ പ്രൈമറി ഗോൾ ഓഫ് ഫേംസ് as it is reflected in income statement obviously. ഇൻക്രീസിംഗ് പ്രോഫിറ്റ് ഇൻഡിക്കേറ്റ് എഫിഷ്യന്റ് പെർഫോമൻസ്. അല്ലേ? ഒരു ബിസിനസ് ലാഭം ഇങ്ങനെ എല്ലാ കൊല്ലവും കൂടുന്നതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആ ബിസിനസ് സൂപ്പർ ആണെന്ന് പറയാം, അല്ലാന്ന് പറയാം, ഒബ്വിയസ്ലി എഫിഷ്യന്റ് എന്ന് പറയും. വൈൽ ഡിക്രീസിംഗ് പ്രോഫിറ്റ് ക്യാൻ ഇൻഡിക്കേറ്റ് പുവർ പെർഫോമൻസ്. ഓ ഗോഡ്. Profit maximization is the main objective of business because അത് എഫിഷ്യൻസി ഇൻഡിക്കേറ്റ് ചെയ്യും. റിസ്ക്, ഭാവിയിൽ എന്തെങ്കിലും പുതിയ കോമ്പറ്റീറ്റർ വന്നാൽ നമ്മുടെ ബിസിനസ് നശിച്ചു പോവാതിരിക്കാനും, അത് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നശിച്ചു പോവാതെ വേറെ ബിസിനസ്സിലോട്ട് മാറാൻ വേണ്ടിയിട്ട് അതിനൊക്കെ അതിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലടാ നടക്കുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്തുകൊണ്ടാണ് പറയുന്നത്? പണ്ടത്തെ എക്കോണമിസ്റ്റുകൾ എന്തുകൊണ്ടാണ് അതിന്റെ ആർഗ്യുമെന്റ് ഇൻ ഫേവർ എന്തൊക്കെയാണ്? ഇഫ് പ്രോഫിറ്റ് ഈസ് മെയിൻ ഗോൾ, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി മാക്സിമൈസിംഗ് പ്രോഫിറ്റ്. അതൊരു ലൈക്ക് അഡ്വാൻറ്റേജ് പോലെ അല്ല, അതൊരു ഫാക്ട് പോലെ പറഞ്ഞാണ്. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ, ഫേം ഷുഡ് ഏൺ മോർ പ്രോഫിറ്റ് ടു. ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നിയമപരമായിക്കോട്ടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 90% പ്രശ്നങ്ങളും പൈസ ഉണ്ടെങ്കിൽ മാറും. പണത്തിന് മേലെ പരുന്ത് പറക്കില്ലേ? പൈസ പറഞ്ഞാൽ പ്രോഫിറ്റ് എന്നല്ലേ? പ്രോഫിറ്റ് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഫൈനാൻസ് ഫോർ ബിസിനസ് ഗ്രോത്ത്. നമുക്ക് ബിസിനസിന്റെ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ് ഏതാ? പ്രോഫിറ്റ് തന്നെ. കാരണം നമുക്ക് പ്രോഫിറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഇൻട്രസ്റ്റും കൊടുക്കേണ്ട, ഡിവിഡൻഡ് കൊടുക്കേണ്ട, ഒന്നും വേണ്ട. ഹെൻസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് റിക്വയർഡ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇസ് റാഷണൽ, ഇറ്റ് മെഷേഴ്സ് എഫിഷ്യൻസി ആൻഡ് എക്കോണമിക് പ്രോസ്പെരിറ്റി. റാഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ലോജിക്കലാണ്.
ഇപ്പോ റാഷണൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമൺ ചിന്ത നമുക്ക് അല്ലെങ്കിൽ ഒരു ലോജിക്കലായിട്ട് ഒരാൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും എന്ത് ഒരു ബിസിനസ് എക്കോണമിക്കലാണ് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആണ് എന്ന് പറയാൻ പറ്റും അയാളുടെ ലോജിക്കൽ തിങ്കിങ്ങിൽ. അല്ലെങ്കിൽ റാഷണൽ ആയിട്ട് അയാൾക്ക് പറയാൻ പറ്റും എപ്പോഴും പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ. എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഇൻപുട്ട് വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് എഫിഷ്യൻസി. എക്കോണമിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലോ ക്വാളിറ്റി ഏറ്റവും ലോ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റിയെ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എക്കോണമിക്കൽ ആണെന്ന് പറയാം. നമ്മള് ഭയങ്കര ലോ പ്രൈസിലുള്ള സാധനങ്ങളാണ് മേടിക്കാൻ നോക്കുക, അല്ല. ലോ പ്രൈസ് പ്ലസ് ബെസ്റ്റ് ക്വാളിറ്റി അല്ലേ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് എക്കോണമിക്കൽ എന്നുള്ള മീനിങ് വരുന്നത് കേട്ടാ. ഇനി ആർഗ്യുമെന്റിന് എതിരായിട്ടുള്ള എക്കോണമിസ്റ്റുകൾ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇറ്റ് ഇഗ്നോർസ് പ്രോഫിറ്റ് റിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒബ്വിയസ്ലി എന്റെ തലക്കുള്ളിൽ പ്രോഫിറ്റ് വേണം, പ്രോഫിറ്റ് വേണം, പ്രോഫിറ്റ് വേണം, എനിക്ക് എന്ത് വന്നാലും വേണ്ടില്ല, ആര് ചത്താലും വേണ്ടില്ല, ആരും മച്ചാലും വേണ്ടില്ല, പ്രോഫിറ്റ് വേണമെന്നാവുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ എന്റെ വർക്കേഴ്സിന്റെ അടുത്ത് 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന പകരം 16 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറയും. എന്നിട്ട് ടാർജറ്റ് കൊടുക്കും, അവരെ പ്രഷറൈസ് ചെയ്യും, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും ഞാന്. പ്രോഫിറ്റ് മാത്രമേ തലക്കുള്ളിൽ എന്നുണ്ടെങ്കിൽ. ഇപ്പൊ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇപ്പോ ഒരു പ്രൊജക്ട് എടുക്കുമ്പോൾ ഇപ്പൊ 2 പ്രൊജക്ട് എന്റെ കയ്യിൽ വന്നു. ഒരു ക്ലയന്റ് ടൗൺഷിപ്പ് ആക്കാൻ പറ്റുമോ ഒരു വില്ലേജ് മറ്റു 2 പ്രൊജക്ട് വന്നു. അപ്പൊ ഒരു പ്രൊജക്റ്റില് എനിക്ക് ഒന്നെങ്കിൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ എന്തായാലും എനിക്ക് ഒരു 4 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോ എനിക്ക് പ്രോഫിറ്റ് എപ്പോഴും മാക്സിമൈസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ആവുമ്പോൾ ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കും. പക്ഷെ ആ റിസ്ക് ചിലപ്പോൾ ഭയങ്കര വലിയ റിസ്ക് ആയിരിക്കും. അപ്പൊ ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യും. ലൈക്ക് ഭയങ്കര പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. പക്ഷെ എന്നാ ഇവിടെ അങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാറ് വാല്യൂ കൂട്ടണം, ലോങ് റണ്ണിൽ ബിസിനസ് പോകണം അങ്ങനെയുള്ള ഒരാളാണ് ചിലപ്പോൾ ഇതായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അവിടെ ഇതൊക്കെ ഒരു ഒരു എന്താണ് എക്സാക്ട് പോയിന്റുകളല്ല, ഒരു ചാൻസുകൾ പറയണതാണ്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. പ്രോഫിറ്റ് മാത്രം നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് ഉണ്ടെങ്കിലും അത് ചിലപ്പോ റിയലിസ്റ്റിക് റിസ്ക് അല്ലെങ്കിൽ പോലും അത് ചിലപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ തുനിഞ്ഞേക്കാം. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പ്രോഫിറ്റ് ഇസ് എ വാഗ് കോൺസെപ്റ്റ് ആൻഡ് മീൻസ് ഡിഫറെന്റ്ലി ടു ഡിഫറെന്റ് പീപ്പിൾ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് എന്താ സംഗീതം എന്ന് പറഞ്ഞ ഒരു സാഗരയാണ് എന്ന് പറഞ്ഞ പോലെ പ്രോഫിറ്റ് പറഞ്ഞ ഒരു വിശാലമായ ഡെഫിനേഷൻ ആണ്. അതിൽ പലതും ഇൻക്ലൂഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പ്രോഫിറ്റ് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ചോദിക്കും ഇത് EBIT ആണോ, EBT ആണോ, അതോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണോ, അതോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണോ, അതോ ഗ്രോസ് പ്രോഫിറ്റ് ആണോ, അതോ നെറ്റ് പ്രോഫിറ്റ് ആണോ? ഇതെന്തുകൊണ്ടാ ഞാൻ പല രീതിയിൽ ചോദിച്ചത്? എന്തുകൊണ്ടാ? ഇതിന് പല ഒരു വാഗ് മീനിങ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ പല ആൾക്കാർക്കും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് ചിലർക്ക് 10 ലക്ഷം ഉദ്ദേശിക്കുന്നത് EBIT ആയിരിക്കാം, ചിലർക്ക് PAT ആയിരിക്കാം. അപ്പൊ ലൈക്ക് ഒരൊറ്റ മീനിങ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി പറയാണ്. ഇറ്റ് ഇസ് ആൻ ആരോ കോൺസെപ്റ്റ് ദാറ്റ് ഓവർലുക്ക് സോഷ്യൽ ആൻഡ് മോറൽ ഒബ്ലിഗേഷൻ. കണ്ട, ഞാന് ചിലപ്പോ ഒരു കോറി മൈനിങ് കമ്പനി ആയിരിക്കും, എനിക്ക് ലാഭം 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 മാത്രം മതി എന്ന് കരുതിയിട്ട് ഞാൻ അവിടുത്തെ കോറികളൊക്കെ ഇടിച്ചു പൊളിക്കുകയാണ്. അവിടുത്തെ സോഷ്യൽ അല്ലെങ്കിൽ എന്റെ ഒരു എത്തിക്സോ ഒന്നും അവിടുത്തെ ആൾക്കാരുടെ ജീവിതമോ ഒന്നും നോക്കണില്ല. എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി മാത്രം നോക്കുകയാണ്. അപ്പൊ അതൊരു നല്ല സ്വഭാവമാണോ? അല്ല. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഓവറോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് സീൻ as inadequate because it is a short term concept and may not encourage future growth. ഇപ്പൊ ഇങ്ങനെ സോഷ്യലും മോറൽ ഒബ്ലിഗേഷനും ഒക്കെ ഇല്ലാത്തൊരു സിനാരി ആവുമ്പോൾ ഷോർട്ട് ടൈമിൽ എനിക്ക് ഒരു നല്ല ലാഭം ഉണ്ടായിരിക്കും. ബട്ട് ആ കോറിയൊക്കെ ഇടിച്ചു പൊളിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ വല്ല സുനാമിയോ മണ്ണൊലിച്ചിലോ മണ്ണിടിച്ചിലോ എന്തെങ്കിലുമൊക്കെ വന്നെന്നുണ്ടെങ്കിൽ ആ കോറി കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്റെ ബിസിനസ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി മുന്നോട്ട് കൊണ്ടുപോയാലും ആരെങ്കിലും എന്റെ പ്രൊഡക്റ്റ് മേടിക്കോ? ഇല്ല. അപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രം ആവുമ്പോൾ അത് ഷോർട്ട് ടൈം കോൺസെപ്റ്റ് ആണ്. ബിസിനസ് കുറെ കാലത്തോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ എന്തുകൊണ്ടും വാല്യൂ വെൽത്ത് മാക്സിമൈസേഷൻ വരേണ്ടത്. നമുക്ക് നോക്കി വെക്കാം. This is appropriate objective for an enterprise. When firm maximizes shareholders' value, individual shareholder can use this wealth to maximize their utility. നമുക്ക് ഷെയർ ഹോൾഡർ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ലോങ് റണ്ണിൽ നല്ലപോലെ ബിഹേവ് ചെയ്യണം. നത്തിങ് ബട്ട് സൊസൈറ്റിക്ക് പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ എത്തിക്കലായിട്ട് ബിസിനസ് ഒക്കെ ചെയ്താലാണ് മാർക്കറ്റ് വാല്യൂ കൂടത്തുള്ളൂ. ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ വെൽത്ത് ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് ഷെയർസ് ഓൺഡ് ടു കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ലോങ് റണ്ണിൽ ഇൻക്രീസ് ചെയ്യാനാണ് വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്. ഹയർ ദ ഷെയർ പ്രൈസ് പെർ ഷെയർ ദ ഗ്രേറ്റർ വിൽ ബി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് അഡ്വാൻറ്റേജ് നോക്കാം. ഡ്യൂ ടു വെൽത്ത് മാക്സിമൈസേഷൻ ഷോർട്ട് ടൈം മണി ലെൻഡർ ഗെറ്റ് ദെയർ പേയ്മെന്റ്സ് ഇൻ ടൈം. ഒബ്വിയസ്ലി വെൽത്ത് കൂടുമ്പോൾ നമുക്ക് ആരുടെയൊക്കെ കടം മേടിച്ചിട്ടുണ്ടോ ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടല്ലേ, അസറ്റ് കൂടല്ലേ. വെൽത്ത് വെൽത്ത് കൂടാന്ന് പറഞ്ഞാൽ എന്താ? നത്തിങ് ബട്ട് ക്യാഷ് നമ്മുടെ കയ്യിൽ കൂടാ. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ക്യാഷ് ഇല്ലെങ്കിൽ പോലും ഒരു കറണ്ട് അസറ്റ് എടുത്ത് വിറ്റാ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് എടുത്ത് വിറ്റാ പോലെ. അപ്പൊ നമുക്ക് ലെൻഡർക്ക് പേയ്മെന്റ് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റില്ലേ? ലോങ് ടേം ലെൻഡേഴ്സ് റിസീവ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നേരെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. എംപ്ലോയീസ് ഷെയർ ഇൻ വെൽത്ത് ഇൻക്രീസസ്. അവര് ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയും വെൽത്ത് ഇൻക്രീസ് ആവും. വേരിയസ് സോഴ്സസ് ആർ പുട്ട് ടു എക്കോണമിക്കൽ ആൻഡ് എഫിഷ്യന്റ് യൂസ്. ഇത് മേലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലും ഉള്ള ഒരു പോയിന്റ് തന്നെയാണ്.
ഇനി ഇതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി സോഷ്യലി അൺഡിസൈറബിൾ. ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്ക്രിപ്റ്റീവ് ഐഡിയ. ഓൺലി സ്റ്റോക്ക് ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ does not lead to firms wealth maximization. Wealth maximization is endangered when ownership and management are separated. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സോഷ്യലി അൺഡിസൈറബിൾ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് സോഷ്യലി അൺഡിസൈറബിൾ എന്ന് പറഞ്ഞാല്? ഓക്കെ, ഇവിടെ സോഷ്യലി അൺഡിസൈറബിൾ ഏത് ആസ്പെക്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ മെയിൻ ആയിട്ട് വെൽത്ത് മാക്സിമൈസേഷനിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ കൂട്ടണം എന്നുള്ളൊരു മീനിങ് ആലോ. അപ്പൊ അവിടെ എംപ്ലോയിനെ കൺസിഡർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൺസിഡർ ചെയ്യത്തില്ല. ആ ഒരു മീനിങ്ങിലാണ് ക്യാൻ ബി സോഷ്യലി അൺഡിസൈറബിൾ എന്നുള്ള ഒരു മീനിങ്ങിൽ ഇവിടെ പറഞ്ഞിട്ടാ. പിന്നെ ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്ക്രിപ്റ്റീവ് ഐഡിയ പറഞ്ഞാല് ലൈക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ വെൽത്ത് മാക്സിമൈസേഷൻ കോൺസെപ്റ്റ്, ലൈക്ക് എന്താണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാത്രം കൂട്ടല് ലൈക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് ഒബ്വിയസ്ലി ഫേം വാല്യൂ കൂട്ടണമെങ്കിൽ പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിലാണ് ഫേമിന്റെ വാല്യൂ കൊടുത്തുള്ളൂ. അതിന് കൂടെ നമ്മൾ കസ്റ്റമർ സർവീസ് നല്ലതായിരിക്കണം, നല്ല പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം. അപ്പോ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാല് ലൈക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാത്രമായിട്ട് ലൈക്ക് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് വാല്യൂ കൂട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളും കൂടിയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് എ ഡിസ്ക്രിപ്റ്റീവ് ഐഡിയ. വെൽത്ത് മാക്സിമൈസേഷൻ ലൈക്ക് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല എന്നുള്ളത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാത്രം കൂട്ടാന്നുള്ളത്. ഇതൊക്കെ ഒരു ആസ്പെക്ട് ഓരോ ആംഗിളിൽ ചിന്തിക്കുമ്പോഴാട്ടെ ഈ ഒരു പോയിന്റുകൾ കറക്റ്റ് ആണെന്ന് തോന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചിന്തിക്കണേ. ഓൺലി സ്റ്റോക്ക് ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ ഡസ് നോട്ട് ലീഡ് ടു ഫേംസ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് കൂട്ടാൻ നോക്കിയാൽ മാത്രം ലൈക്ക് ഫേമിന്റെ വാല്യൂ കൊടുത്തില്ല എന്ന്. ബട്ട് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഫേമിന്റെ വാല്യൂ കൊടുത്തുള്ളൂ. അല്ലാതെ ഷെയർ ഹോൾഡർ വാല്യൂ മാത്രം കൂട്ടാൻ നോക്കരുത്. മാർക്കറ്റ് പ്രൈസ് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യരുത്. ലൈക്ക് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കണം, നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം, നല്ല സർവീസ് കൊടുക്കണം. ഇപ്പൊ വാറന്റി ഒക്കെ വല്ലതും ചോദിച്ചു വരാണെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് എൻഡേഞ്ചർഡ് വെൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ആർ സെപ്പറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ നിന്നെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്യാണ് എന്റെ കമ്പനിയിൽ. അപ്പൊ അവിടെ ഓണർ ഞാനും, നീ ആര് മാനേജ്മെന്റ്, അത്തരപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെയിലി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോ നിനക്ക് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ വലിയ കാര്യമായിട്ട് കൂട്ടണമെന്നുണ്ടാവില്ല, കാരണം നീ ഒരു എംപ്ലോയി ആണ്. ബട്ട് എനിക്കത് കൂട്ടണമെന്ന് ഭയങ്കരമായിട്ടുണ്ടാവും ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂസ്. അപ്പോ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന കോൺസെപ്റ്റ് വലിയ കാര്യമായിട്ട് നടന്നുകൊള്ളുന്നില്ല ചില സിനാരിയോയിൽ. ഒരു സെൽഫിഷ് ആയിട്ടുള്ള മാനേജറാണ് ഞാൻ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോ വെൽത്ത് മാക്സിമൈസേഷൻ മേ ബി എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ ഈസ് എൻഡേഞ്ചേർഡ് വെൻ ലൈക്ക് എൻഡേഞ്ചേർഡ് പറഞ്ഞാല് അവിടെ പ്രശ്നമാണെന്നല്ല, പ്രശ്നമായേക്കാം എന്ത് വെൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ആർ സെപ്പറേറ്റഡ്. നത്തിങ് ബട്ട് അല്ലെങ്കിൽ ഓണർ എപ്പോഴും മാനേജറിനെ ചെക്ക് ചെയ്ത് നോക്കണം ആൾ പ്രോപ്പർലി വർക്ക് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത് മെയിൻ കിട്ടാം. ഈ ഇതിലത്തെ ചില പോയിന്റുകൾ എനിക്ക് വലിയ അക്സെപ്റ്റബിൾ അല്ല, ബട്ട് നമുക്ക് ലിമിറ്റിൽ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ പഠിക്കണമെന്നുള്ള ലൈക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, സോഷ്യലി അൺഡിസൈറബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർ ഹോൾഡർ മാത്രം കൺസിഡർ ചെയ്യുന്നു, അതുകൊണ്ട് സോഷ്യലി അൺഡിസൈറബിൾ എന്ന് ഇറ്റ് ഡിസ്ക്രിപ്റ്റീവ് ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാത്രം ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. ഇനി ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫേമിന്റെ വാല്യൂ കൂടണമെന്നില്ല. സത്യം പറഞ്ഞാൽ നല്ല കസ്റ്റമർ സർവീസും പ്രൊഡക്റ്റും ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം. വെൽത്ത് മാക്സിമൈസേഷൻ ഇസ് എൻഡേഞ്ചർഡ് വെൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ആർ സെപ്പറേറ്റഡ്. ഓക്കെ, ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഡിഫറൻസ് ബിറ്റ്വീൻ ലൈക്ക് ഷെയർ ഹോൾഡേഴ്സും നമ്മൾ എന്തായാലും പഠിക്കണട്ടാ. ഇനി എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും നല്ലത്, അതാണ് നമ്മൾ നോക്കാൻ പോണത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡേഴ്സ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് നോട്ട് ജസ്റ്റ് പ്രോഫിറ്റ്. ഇപ്പൊ ഉണ്ടല്ലോ അവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റിലത്തെ എമൗണ്ട് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ പറഞ്ഞില്ല, അത് തന്നെയാണ്. P&L ഉള്ള ലാഭം കൂട്ടണം എന്നാണ് കാണുന്നത്. പക്ഷെ P&L പറഞ്ഞാല് ഈ ഡിപ്രിസിയേഷൻ ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും P&L ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് ഈ മാസം ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട് വിചാരിക്കും, വല്ല ബാങ്കിലിട്ട് ഡെപ്പോസിറ്റ്. ബട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, ബട്ട് എന്നാൽ നമ്മൾ ഇൻട്രസ്റ്റ് പറഞ്ഞ് കാട്ടത്തില്ല. അപ്പൊ P&L കുറെ നോൺ ക്യാഷ് ഇൻകം നോൺ ക്യാഷ് എക്സ്പെൻസും കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പോ അത്തരം പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ കൺസിഡർ ചെയ്യുക. എന്നാൽ അതായിരിക്കും റിയലി നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയ പ്രോഫിറ്റ് അല്ല. പക്ഷെ എന്നാൽ റിയലി ക്യാഷ് ആയിട്ട് കിട്ടിയ പ്രോഫിറ്റ് ആണ് വെൽത്ത് മാക്സിമൈസേഷനിൽ കൺസിഡർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽത്ത് മാക്സിമൈസേഷന് ഒന്നുകൂടി സുപ്പീരിയർ ആണ് എന്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷനെക്കാളും. പിന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ലോങ് ടേമിലാണ് ഫോക്കസ് ചെയ്യുക. ഒബ്വിയസ്ലി നമുക്ക് ബിസിനസ് ലോങ് ടേമിൽ കൊണ്ടുപോകണം നല്ല ആഗ്രഹം ഉണ്ടാവുക. അതെ, വെൽത്ത് മാക്സിമൈസേഷൻ കൺസിഡർ റിസ്ക് ഫാക്ടർ വെച്ച് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡസിന്റ്.
ഇപ്പൊ നമ്മൾ മേലെ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കേസിൽ നമ്മൾ 2 പ്രൊജക്ടിന്റെ കേസ് പറഞ്ഞില്ലേ, 10 ലക്ഷം 20 ലക്ഷം തോറ്റ അവിടെ റിസ്ക് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നല്ലത് ഏതാണ്, ഒരു ഈ ലോങ് റണ്ണിലോട്ട് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രൊജക്ട് ഏതാണെന്നുള്ള രീതിയിലാണ് വെൽത്ത് മാക്സിമൈസേഷന്റെ കീഴിൽ നമ്മൾ തീരുമാനം എടുക്കുള്ളൂ. ഇറ്റ് കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി ബൈ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോസ്. അതൊക്കെ നമ്മൾ ഓരോ പ്രോബ്ലം വൈസ് നമ്മൾ ഇനിയുള്ള ചാപ്റ്ററിൽ പഠിക്കും. ഡോണ്ട് വെറി. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. നത്തിങ് ബട്ട് ഇന്ന് 10 രൂപക്ക് ഇന്ന് എന്തൊക്കെ കിട്ടുന്നോ അതല്ല ഒരു കൊല്ലം കഴിഞ്ഞാൽ 10 രൂപക്ക് കിട്ടുക. ആ ഒരു കോൺസെപ്റ്റ് കൺസിഡർ ചെയ്യും വെൽത്ത് മാക്സിമൈസേഷനിൽ. ഇപ്പൊ അത്ര മനസ്സിലാക്കി വെക്കാം. ടേക്സ് ഇൻ ടു അക്കൗണ്ട് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് വേരിയസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൺസിഡേഴ്സ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. നത്തിങ് ബട്ട് എമൗണ്ട് മാത്രമാണ് നോക്കത്തുള്ളൂ. അല്ലാതെ ആ എമൗണ്ട് ഇപ്പൊ നമ്മള് കോറി നശിപ്പിക്കും എന്ന് പറഞ്ഞില്ലേ, കോറി നശിപ്പിച്ച് അവിടെ ചുറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നമാകും. ആ ഒരു സംഭവം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കൺസിഡർ ചെയ്യില്ല. എന്താണ് വെൽത്ത് മാക്സിമൈസേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഫേംസ് വെൽത്ത് മാക്സിമൈസേഷൻ പേ റെഗുലർ ഡിവിഡൻഡ് അൺലൈക്ക് ദോസ് ഫോക്കസ്ഡ് ഓൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് കൂട്ടാ പറയുമ്പോൾ എപ്പോഴും ബിസിനസ്സിലേക്ക് പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. വെൽത്ത് മാക്സിമൈസേഷനിൽ റെഗുലർലി ഡിവിഡൻഡ് കൊടുക്കും. കാരണം റെഗുലർ ഡിവിഡൻഡ് കൊടുത്താലല്ലേടാ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ മേടിക്കത്തുള്ളൂ. ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ മേടിച്ചാലല്ലേ കൂടുതൽ മേടിച്ചാലല്ലേ ഡിമാൻഡ് കൂടത്തുള്ളൂ. ഡിമാൻഡ് കൂടുതൽ കൂടിയാലല്ലേ പ്രൈസ് കൂടത്തുള്ളൂ. അങ്ങനെ പ്രൈസ് കൂടിയാലല്ലേ വെൽത്ത് മാക്സിമൈസേഷനിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ കൂടിയാലല്ലേ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടുള്ളൂ. വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഈസ് പ്രിഫേർഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഒബ്വിയസ്ലി അവരുടെ മാർക്കറ്റ് വാല്യൂ കൂടുന്നാലോ വെൽത്ത് മാക്സിമൈസേഷനിൽ പറഞ്ഞത്. കൺസിഡർ ഓൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് വിച്ച് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡസന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ ലോങ് ടേം ആണ്, സസ്റ്റൈനബിൾ ഒബ്ജക്റ്റീവ് ആണ്, ബ്രോഡർ ആണ് ദാൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആട്ടാ. ലൈക്ക് ഓക്കെ, ഡിഫറൻസ് ഇതിലല്ലേ വരുന്നത് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വെൽത്ത് മാക്സിമൈസേഷനെ കുറിച്ചിട്ട് നമുക്ക് ലൈക്ക് പറയാനുള്ളത് കേട്ടോ. ലൈക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിൽ ചോദിക്കുക. ലൈക്ക് ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം. അപ്പോ ലൈക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കായാലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ താങ്ക്സ് ഫോർ അറ്റൻഡിങ് ദ ക്ലാസ് ടിൽ നൗ. സോ നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ട് വീണ്ടും അടുത്ത സെഷനിൽ കാണാം. ഇതുവരെ ബൈ.